ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2026 PSC ചോദിച്ചിട്ടുള്ള ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന വിഷയത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, സൈനോ ഏട്രിയൽ നോഡ്. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ ഡി. അടുത്ത ചോദ്യം, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വിഘടനം. അടുത്ത ചോദ്യം, ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്ഷയരോഗം. അടുത്ത ചോദ്യം, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ശൈലി. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, HIV. അടുത്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2026. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലം ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ന്യൂമോണിയ. അടുത്ത ചോദ്യം, ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മാൻഡോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി, 126. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജീവകം ഡി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, വേഗത്തിൽ ശരീരഭാരം കൂടുക. അടുത്ത ചോദ്യം, എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, മാർച്ച് 4. അടുത്ത ചോദ്യം, അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ടാൻസാനിയ. അടുത്തത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2026. ഇതൊരു +2 ലെവൽ എക്സാം ആണ്. ആദ്യത്തെ ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അടുത്ത ചോദ്യം, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, റൈനോ വൈറസ്. അടുത്ത ചോദ്യം, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗൗട്ട്. അടുത്ത ചോദ്യം, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ഫീമെയിൽ അനോഫിലസ് കൊതുക്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ആൻസർ ഓപ്ഷൻ ബി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം.
അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 12/2026. ഇതൊരു 10th ലെവൽ എക്സാം ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആന്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതെയുമിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ സി, താലോലം. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത്? ഓപ്ഷൻ ബി, പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ഇൻസുലിൻ, ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ, അണ്ഡാശയം, ഓക്സിറ്റോസിൻ, പീയൂഷഗ്രന്ഥി, മെലാറ്റോണിൻ, പീനിയൽ ഗ്രന്ഥി. അടുത്തത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2026. ഇതൊരു 10th ലെവൽ എക്സാം ആണ്. ആദ്യത്തെ ചോദ്യം, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ ഓപ്ഷൻ എ, സെറിബെല്ലം. അടുത്ത ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കരൾ. അടുത്ത ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മലേറിയ. അടുത്ത ചോദ്യം, വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ബെറിബറി. അടുത്ത ചോദ്യം, 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 44/2026. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്? ആൻസർ ഓപ്ഷൻ എ, വൈഡൽ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം? ആൻസർ ഓപ്ഷൻ ബി, ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ന്യൂട്രൽ കൃഷിരീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി? ആൻസർ ഓപ്ഷൻ ഡി, ഫീമർ. അടുത്ത ക്വസ്റ്റ്യൻ, അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി, സിറോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? ആൻസർ ഓപ്ഷൻ എ, കാഡ്മിയം. അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് നടന്ന അറ്റൻഡർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 46/2026. ഇതിന്റെ ക്വാളിഫിക്കേഷൻ 9th സ്റ്റാൻഡേർഡ് പാസ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ആൻസർ ഓപ്ഷൻ സി,
മുരിങ്ങ. അടുത്ത ചോദ്യം, ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. കരൾ പിത്തരസം, ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം. അടുത്ത ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. അടുത്തത്, ചില ആഹാരബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂർ. അടുത്ത ചോദ്യം, പവിത്ര, അന്നപൂർണ എന്നിവ ഏതു വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? ആൻസർ ഓപ്ഷൻ സി നെല്ല്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ കാട്ടാന. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 49/2026. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോശം കണ്ടുപിടിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ റോബർട്ട് ഹൂക്ക്. അടുത്തത്, പഴയീച്ച എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഡ്രോസോഫില. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റേപ്പസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ നവംബർ 14. അടുത്ത ക്വസ്റ്റ്യൻ, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ സി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്